പപ്പ, നമ്മുടെ ഇന്ത്യയിലെ എല്ലാരും ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമസ്തേ എന്ന് പറയുമല്ലോ. അതിന്റെ അർത്ഥം എന്തുവാ ശരിക്കും? നമ്മള് വിശ്വാസികളായിട്ടുള്ളവർ അത് പറഞ്ഞതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഭാരതീയരുടെ ഒരു അഭിവാദന രീതിയാണ് ഈ നമസ്തേ എന്ന് പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ ദേശത്തും എല്ലാ ഭാഷക്കാർക്കും അവരവരുടെ സംസ്കാരമനുസരിച്ചുള്ള അഭിവാദന രീതിയുണ്ട്. ഞാനത് പലതും പഠിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ഭാരതീയരുടെ ഈ അഭിവാദന രീതി നമസ്തേ എന്ന് പറയുന്നതിനോളം ശ്രേഷ്ഠമായിട്ടൊന്നുമില്ല. ഈ നമസ്തേ എന്ന് പറയുന്ന ഒരു സംസ്കൃത പദമാണ്, അത് മലയാളമല്ല. അല്ല, അത് ഹിന്ദിക്കാരും മലയാളികളും എല്ലാം. പക്ഷേ ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഭാരതീയർ നോർത്ത് ഇന്ത്യൻസ് പലരും നമസ്തേ എന്ന് കൈകൂപ്പിക്കൊണ്ട് നമസ്തേ എന്ന് പറയും. കേരളീയർ അത് സാധാരണ നമസ്തേ എന്ന് പറയുന്നത്. സ്കൂളിലൊക്കെ നമ്മൾ പ്രൈമറി ക്ലാസ്സിൽ നമസ്തേ സംസ്കാരമാണ്. ഇപ്പം പിന്നെ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ടെല്ലാം ഗുഡ് മോർണിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ട് സ്കൂളിലൊക്കെ ഞങ്ങളൊക്കെ ടീച്ചർ വരുമ്പോഴത്തേക്ക് നമസ്തേ എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് ഈ ഭാരതീയർ പറയുന്ന ഈ നമസ്തേ എന്ന സംസ്കൃത പദത്തിനകത്ത് വലിയ അർത്ഥമുണ്ട്. ആ പദത്തിൻ്റെ അർത്ഥം നമ-തേ. നമ എന്ന് പറഞ്ഞാൽ നമ്മൾ നമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്പിടുക, കുനിയുക. അത് നമ്മൾ ബഹുമാനത്തെ കാണിക്കാൻ പഴയ കാലം മുതൽ രാജാക്കന്മാരുടെ മുമ്പിലും ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ കുമ്പിടുന്ന ഒരു രീതിയുണ്ട്. കുമ്പിടുക എന്നല്ല, സത്യത്തിൽ സാഷ്ടാംഗം നമസ്കരിക്കുക, വീണ് കിടക്കുകയാണ്. അതാണ് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുനിയുക എന്നുള്ളതാണ് ഈ നമിക്കുക എന്ന് പറയുന്നത്. തേ എന്ന് പറഞ്ഞാൽ അങ്ങയെ അഥവാ നിന്നെ. അപ്പം നമിക്കുന്നു നിന്നെ എന്നുള്ളതാണ് സത്യത്തിൽ. അപ്പം നമ്മളെ ഒരാളെ കാണുമ്പോഴത്തേക്ക് ആ വ്യക്തിയെ ഞാൻ നമിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ ഇത്തിരിയൂടെ ആന്തരികമായ അർത്ഥമുണ്ട്. ഈ നമിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥമുണ്ട്. നമിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ന മമ, ന മമ, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ന മമ തേ, അതാണ് നമസ്തേ. ഇപ്പം ന എന്ന് പറഞ്ഞാൽ ഇല്ല അഥവാ അല്ല. സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ ന എന്ന് പറഞ്ഞാൽ ഇല്ല, സംസ്കൃതത്തിൽ അല്ല. മമ എന്ന് പറഞ്ഞാൽ എന്റേത്, മമ. അപ്പൊ അത് നമ്മൾ മലയാളത്തിൽ സാധാരണ കവിതയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, മമ. അപ്പം ന മമ എന്ന് പറഞ്ഞാൽ എന്റേതല്ല എന്ന് പറഞ്ഞാൽ നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് ഒന്നും എന്റേതല്ല, അങ്ങയുടേതാണ്. അപ്പൊ നമ്മൾ ചോദിക്കും അങ്ങനെ എങ്ങനെയാ നമുക്ക് പറയാൻ? തീർച്ചയായിട്ടും അത് എങ്ങനെ ഒന്നും എന്റേതല്ല അങ്ങയുടേതാണെന്ന് പറയുന്നത്. ഈ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഓരോ വ്യക്തിയിലും ഈശ്വര ചൈതന്യം അടങ്ങുന്നുണ്ട്, ദൈവത്തിന്റെ ചൈതന്യം. അത് എല്ലാത്തിലും ദൈവം ഉണ്ടെന്നടങ്ങുന്നല്ലേ പറയുന്നത്. അപ്പം ഒരു മനുഷ്യൻ അടുത്ത് വരുമ്പോൾ ആ വ്യക്തിയിൽ ഒരു ചൈതന്യമാണ്, ഈശ്വരൻ അടങ്ങിയിട്ടുണ്ട്, ദൈവം അടങ്ങിയിട്ടുണ്ടെന്ന്. ആ വ്യക്തിയുടെ ഉള്ളിൽ ഈ ദൈവമുണ്ട്. ആ ദൈവത്തോടായി പറയുന്നത്, അല്ലാതെ ആ വ്യക്തിയോടല്ല. ആ വ്യക്തി വലിയവനോ ചെറിയവനോ കുബേരനോ കുചാരനോ വിദ്യാഭ്യാസം ഉള്ളവനോ പണ്ഡിതനോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ആ വ്യക്തിയിൽ ദൈവം ഈശ്വര ചൈതന്യമുണ്ട്. അപ്പൊ ആ ഈശ്വര ചൈതന്യത്തോടാണ് നമ്മൾ പറയുന്നത്, അയ്യോ ഒന്നും എന്റേതല്ല, എല്ലാം അങ്ങയുടേതാണ്, ദൈവത്തിൻ്റെത്. അപ്പം എൻ്റെ ഈ ആരോഗ്യം, എൻ്റെ ശരീരം, എൻ്റെ ബുദ്ധി, എൻ്റെ ജ്ഞാനം, എൻ്റെ പണം, എനിക്ക് തന്നിരിക്കുന്ന സമ്പത്തുകൾ, എനിക്ക് എന്തെല്ലാം ഉണ്ടോ, ഇതൊന്നും എൻ്റെ അല്ല, ഇത് അങ്ങയുടേത്, അവിടുത്തേതാണ്. ദൈവത്തോടെ പറയുന്നത്, അല്ലാതെ എതിരെ വരുന്ന വ്യക്തിയോടല്ല. ഇതെല്ലാം അങ്ങയുടേതാണ്. അത് സത്യത്തിൽ നമുക്ക് ആകർഷണീയമായി തോന്നുന്ന ഒരു നല്ല അഭിവാദന രീതിയാണ്, ദൈവത്തിന് മുമ്പിൽ സർവ്വതും സമർപ്പിക്കുന്ന. പക്ഷെ അപ്പോഴും ഇപ്പൊ നമ്മളുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരാള് ഒരു തെറ്റായ രീതി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കൊലപാതകയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, നമ്മൾ ആ വ്യക്തിയുടെ മുന്നിൽ പോയി നമസ്തേ എന്ന് പറയാൻ നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ചൈതന്യം എല്ലാവരിലും ഒരുപോലാണ്. ഹൈന്ദവ ചിന്ത അനുസരിച്ചാണ് പറയുന്നത്, എല്ലാവരിലും ഒരുപോലാണ്. ചിലർ ദോഷം ചെയ്ത് അതിനൊരല്പം കോട്ടം തട്ടിയിട്ടുണ്ടെന്നല്ലാതെ ഏത് സമയത്തും നമുക്ക് അതിനെ പരിപോഷിച്ചെടുക്കാൻ കഴിയും. അതാണ് ഒരു കള്ളനാന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളു നേരാന്ന് പറഞ്ഞതുപോലെ ഏത് മനുഷ്യന്റെ ഉള്ളിലും ദൈവത്തിന്റെ ചൈതന്യം കുടികൊള്ളുന്നുണ്ട്. അപ്പൊ ആ ദൈവത്തിന് മുൻപിലാണ് നമസ്തേ, ഒന്നും എന്റേതല്ല, എല്ലാം അങ്ങയുടേതെന്ന്. ഇത് പറയുമ്പോഴത്തേക്ക് ഭാരതീയ രീതി അനുസരിച്ച് നമ്മൾ ഇരുകരങ്ങളും കൂപ്പണം, ഇരുകരങ്ങളും കുപ്പിയിരിക്കണമെന്ന്.
അതായത് 5 വിരലുകളും പരസ്പരം ചേർത്ത് പിടിച്ചിട്ട് കൂപ്പിക്കൊണ്ടാണ് നമ്മൾ നമസ്തേ. അതിനൊരു അർത്ഥമുണ്ട്, അതിനും അർത്ഥമുണ്ട്. ഭാരതീയ ഭാരതത്തിൽ നമ്മുടെ ഋഷിമാര് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്, സന്യാസിമാര് പഴയ കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് വളരെ ഉദാത്തമായ ഒരു അഭിവാദന രീതിയാണ്. മറ്റ് രാജ്യക്കാർക്കൊന്നും അവകാശപ്പെടാനില്ലാത്തൊരു പ്രത്യേക ശൈലിയാണ്. ഈ 5 5 10 വിരലുകൾ, അതിൽ ഈ വലത് കൈയുടെ 5 വിരലുകൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ കാണിക്കുക. ഒരു മനുഷ്യൻ ഈ ലോകത്തെ അറിയാൻ 5 ഇന്ദ്രിയങ്ങളല്ലേ നമുക്ക്? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, തൊക്കുകൊണ്ട് സ്പർശിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു. അപ്പൊ ഇത് 5 ഇന്ദ്രിയങ്ങൾ. അത് നമ്മൾ ഈ 5 ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത്. ഇതിലേതെങ്കിലും ഒന്നില്ലാതെ പോയി കഴിഞ്ഞാൽ ആ നിലയിൽ നമ്മൾ ലോകത്തെ അറിയാൻ പറ്റാതെ വരും. അപ്പൊ ആ 5 ഇന്ദ്രിയങ്ങളാണ് ഈ വലത് കൈയിലെ 5 വിരലുകൾ. ഇടത് കൈയിലെ 5 വിരലുകൾ എന്ന് പറയുന്നത് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് 5 കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയും. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ള, പ്രവൃത്തി ചെയ്യാനുള്ള 5 ഇന്ദ്രിയങ്ങൾ. മനുഷ്യന്റെ ശരീരത്തിൽ അവന് കർമ്മം ചെയ്യുന്ന എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നില്ല, അപ്പൊ പ്രവൃത്തി ചെയ്യുന്നില്ല. 5 ഇന്ദ്രിയങ്ങൾ അവൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് കാല്, കയ്യ്, നടക്കാൻ, കാല്, കയ്യ്, വായ്, തിന്നുന്നു, സംസാരിക്കുന്നു. പിന്നെ അവന്റെ ഗുദം, മലദ്വാരം, പിന്നെ അവന്റെ ജനനേന്ദ്രിയം, അതുകൊണ്ടും പ്രവൃത്തി ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ ഭാരതീയ ചിന്തയനുസരിച്ച്. അപ്പൊ ഈ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും നാം ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ സമ്പൂർണ്ണൻ, എന്നെ സമ്പൂർണമായി, അത് ഞാൻ പൂർണ്ണനായിട്ട് നിൽക്കുക. അപ്പൊ ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒരുമിച്ച് ചേർത്ത് നമ്മൾ പിടിക്കുമ്പോൾ ഞാൻ പൂർണ്ണനായ, ആ പൂർണ്ണനായ ഞാൻ അങ്ങയെ തൊഴുന്നു, അങ്ങയെ നമിക്കുന്നു. അത് ദൈവത്തിന് മുൻപിലാണ്. പിന്നെ മോള് ചോദിച്ച രണ്ടാമത്തെ ഒരു ചോദ്യം, ഇത് വിശ്വാസികളായ നമുക്ക് പിന്തുടരാൻ പറ്റുമോ എന്നാണ്. അവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഒരു ചിന്ത നമുക്കുള്ളത്, നമ്മൾ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ചൈതന്യം, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ദൈവം ഉണ്ട്, ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടെങ്കിൽ പോലും ആ ദൈവത്തെ, അത് ഒരു ദൈവമാണെന്നും ആ ദൈവത്തെ നമ്മൾ നമിക്കുന്നതായിട്ട് പറയുന്നില്ല. നമ്മൾ സാക്ഷാൽ സർവശക്തനായ ദൈവത്തെയാണ് നമിക്കുന്നത്. ഒരു മനുഷ്യന്റെ മുൻപിൽ നമുക്കങ്ങനെ നമ്മളെ തന്നെ സമർപ്പിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും അത് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. ഞാനത് തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല. എങ്കിലും ആ നമസ്തയ്ക്കൊരു വലിയ അർത്ഥമുണ്ട്. എൻ്റെ കഴിവുകൾ എനിക്ക് തന്നതൊന്നും എൻ്റെതല്ല. എൻ്റെ കർമ്മേന്ദ്രിയങ്ങളും എൻ്റെ ജ്ഞാനേന്ദ്രിയം, എൻ്റെ അറിവ്, ഞാൻ പ്രാപിച്ചതും ആർജിച്ചതും എല്ലാം ദൈവത്തിൻ്റെതാണെന്നുള്ള സമർപ്പിക്കുന്നത്. ഇത് നമ്മൾ മലയാളത്തിൽ സാധാരണ ആളുകൾ അതിന് പരസ്പരം കാണുമ്പോൾ നമസ്കാരം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. സത്യത്തിൽ നമസ്കാരം ഒരു അഭിവാദന രീതിയല്ല. നമസ്കരിക്കുന്നു എന്നുള്ളതിന്റെ നാമപദമായി നമസ്കാരം. പക്ഷെ ഇന്നത് പറഞ്ഞൊരു അഭിവാദന രീതിയായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ പലരും നമസ്കാരം എന്ന് പരസ്പരം നമുക്കറിയാം, നമ്മളിങ്ങനെ പറയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളും പറഞ്ഞു കാണുമായിരിക്കും നമസ്കാരം, നമ്മൾ പറയുന്നത് നമ്മളും തിരിച്ച് നമസ്കാരം. പക്ഷെ അതൊരു അഭിവാദന രീതി അല്ല. സത്യത്തിൽ അങ്ങനെ ഒരു അഭിവാദന രീതി ഇല്ലതല്ല. പക്ഷെ കേരളത്തിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പറയുകയാണെങ്കിൽ നമസ്തേ എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിൻ്റെ അർത്ഥം വളരെ വിപുലമാണ്. അത് ദൈവത്തോടുള്ള ഭയം തന്നെയല്ല, സമ്പൂർണമായി ദൈവത്തിനുള്ള സമർപ്പണം, വിധേയത്വം. എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു അഭിവാദന ഒരു രാജ്യത്തിനും ഇല്ല ഇത്ര ആഴമായ. നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ഋഷീശ്വരന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ, അതിന്റെ അർത്ഥങ്ങളും അതിന്റെ അഭിവാദന രീതിയും ഒക്കെ. ഇത് പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നൊരു അതെ. ഇത് സത്യത്തില് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെല്ലാം രൂപപ്പെട്ടു വരുന്നത് ഉപനിഷത്തുക്കളിൽ നിന്നാണ്. അതായത് നമ്മൾ ഈ ഇതിഹാസങ്ങളിൽ നിന്നോ പുരാണങ്ങളിൽ നിന്നോ അല്ല, ഉപനിഷത്തുക്കളാണ്. 18 ഉപനിഷത്തുക്കളാണല്ലോ. ആ ഉപനിഷത്തുക്കളാണ് മനുഷ്യന്റെ ആചാരങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പം അവിടുന്ന് രൂപപ്പെട്ടു വന്നതാണിത്. അങ്ങനെ നമസ്തേ എന്നുള്ളത്. പക്ഷെ ഇന്ന് ഇതിന്റെ അർത്ഥം പലർക്കും അറിയുന്നില്ല, ആർക്കും അറിയില്ല. നമ്മളെല്ലാം നമസ്തേ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതിന്റെ അർത്ഥം എന്താണെന്നോ അത് നമുക്ക് പറ്റുമോ എന്നോ ആരും ചിന്തിക്കുന്നില്ല. ഇതാണ് അതിന്റെ അർത്ഥം.